ചോറിന് പകരം വയറ് ചാടും എന്ന പേടിയില്ലാതെ വയറ് നിറയെ കഴിക്കാൻ ഒരു കിടിലൻ റെസിപ്പി. കൂടുതൽ ഫൈബറും പ്രോട്ടീനും വളരെ കുറഞ്ഞ എണ്ണയിൽ തയ്യാറാക്കുന്നതിനാൽ കലോറി കൂടും എന്ന പേടിയില്ലാതെ കഴിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് ചെറുപയറാണ് ഒന്ന് സ്പൗട്ടഡ് ആക്കി എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്കൊന്ന് കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാ ദിവസവും മടുപ്പില്ലാതെ കഴിക്കാൻ കേട്ടോ. ഞാൻ ചെറുപയർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ എരിവിനായിട്ട് 1 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയുമാണ് ചേർക്കുന്നത്. ഇനി 1/4 സ്പൂണ് ഉപ്പ് ചേർത്ത് ഒട്ടും വെള്ളമില്ലാതെ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളുടെ ചെറുപയറിൽ ഇത് അരിഞ്ഞു കിട്ടാൻ ആവശ്യമായ വെള്ളമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കാത്തത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 സവോളയുടെ പകുതി ചെറുതായി അരിഞ്ഞതാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ചെറിയ ക്യുക്കുംബർ ഫുള്ളായിട്ടും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ചെറിയ ഒരു ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാവുന്നതാണ്. ബീൻസോ ക്യാപ്സിക്കമോ സ്വീറ്റ് കോണോ മട്ടറോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വെജിറ്റബിൾസും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് കളറിനായിട്ട് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി എരിവിനായിട്ട് 1/4 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടതാണ്, അതുകൊണ്ട് കുറച്ച് എരിവ് കാണും. ഇത് ചാട്ട് മസാലയാണ് കേട്ടോ, 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. 1/4 സ്പൂണും കൂടെ ഉപ്പും ചേർത്ത് നമ്മൾക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾക്ക് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളം നമ്മളുടെ ക്യുക്കുംബറിൽ തന്നെ ഉണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ എണ്ണയിൽ തയ്യാറാക്കുന്നതിനാൽ കലോറി കൂടും എന്ന പേടിയില്ലാതെ കഴിക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു പാനിലേക്ക് 1 സ്പൂൺ എണ്ണയിലാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴത്തേന് ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സെസമി സീഡ്സ് ആണ് ചേർക്കുന്നത്. 3-4 കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മൂങ് ദാലിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ടും ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ആയിട്ട് നമ്മുടെ കട്ട്ലറ്റ് പോലെയോ അല്ലെങ്കിൽ അട പോലെയൊക്കെ തവയിലൊക്കെ ചുട്ടെടുക്കാവുന്നതാണ്. ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്കിതൊരു ലെവലാക്കി എടുക്കണം. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് സെസമി സീഡ്സും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുന്നത് നമ്മൾക്ക് നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ്റ്റഡ് കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. പുറം ഭാഗം ഒന്ന് പെട്ടെന്ന് മൊരിഞ്ഞു വരാനാണ്. അതിനുശേഷം നമ്മൾക്ക് ഇതൊന്ന് മാറ്റിയെടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ. ഇങ്ങനെ തവ വെച്ചിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇതുപോലെ അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ടേസ്റ്റി പീനട്ട് ചട്നി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ റോസ്റ്റഡ് കടലയില്ല, പച്ചക്കടലയാണുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിനകത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും എണ്ണയില്ലാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ 1 പച്ചമുളകും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ഗ്യാസ് ലാഭിക്കാം. നമ്മൾക്ക് ഒരുപാട് എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 പിടി തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. ആ ക്ലിപ്പ് എങ്ങനെയോ ക്യാപ്ചർ ആയിട്ടില്ല. എന്നിട്ട് ഇതുപോലെ നമ്മൾക്ക് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. വെള്ളം നിങ്ങൾക്ക് എത്ര ലൂസാക്കി ഈ ചട്നി വേണോ അത്രയും നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ്. എനിക്കിത് ഈ ഒരു അളവിലാണ് ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മളുടെ മൂങ് ദാലിൻ്റെ കട്ട്ലറ്റ് ഒരു ഭാഗം ഫുള്ള് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മറുഭാഗവും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇതങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ആ പാന് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് കമത്തി വെച്ചിട്ട് പ്ലേറ്റ് അങ്ങനെ തിരിച്ചാൽ മതി. നമ്മൾക്കിത് കറക്റ്റായിട്ട് ഈ പാനിൻ്റെ ഉൾസൈഡിലോട്ട് ഇത് മറിഞ്ഞ് വീഴുന്നതായിരിക്കും. ഇനി ഇതുപോലെ തന്നെ നമ്മൾക്ക് വീണ്ടും മറുഭാഗവും കൂടെ കുക്ക് ചെയ്തെടുക്കണം.
ഞാൻ ദാ ഇത് വീണ്ടും ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മളുടെ ഈ കട്ട്ലറ്റ് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിനുശേഷം ഞാൻ തവയിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതാ നന്നായിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇൻസൈഡ് കുക്കായെന്നറിയാൻ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇത് ഒട്ടും ഇതിനകത്ത് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇൻസൈഡ് നല്ലതുപോലെ കുക്കായെന്നാണ്. നമ്മളുടെ സ്റ്റിക്കിൽ ഒട്ടും തന്നെ വന്നിട്ടില്ല. പെർഫെക്റ്റായിട്ട് ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ പ്ലേറ്റ് കമത്തി വെച്ച് തിരിച്ചാൽ മതി. നമ്മുടെ പ്ലേറ്റിലേക്ക് ഈ കട്ട്ലറ്റ് അങ്ങനെ വീഴുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഒട്ടും സമയമില്ല എങ്കിൽ ഇത് വളരെ കുറച്ച് പോർഷൻസ് മാത്രം എടുത്തിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി കട്ട്ലറ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ടേസ്റ്റ് ഒരേപോലെ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ട് പ്രോട്ടീനും ഫൈബറും നിറഞ്ഞ മൂങ് ദാലിൻ്റെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാതെ നമ്മളുടെ ടേസ്റ്റിയായ പീനട്ട് ചട്നിയും. ഇങ്ങനെ ഉണ്ടാക്കുന്ന എന്ത് കട്ട്ലറ്റിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഇഡ്ഡലിയോ ദോശയുടെ കൂട്ടത്തിലൊക്കെ ഇതൊരു നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഈ പീനട്ട് ചട്നി ഒരു രക്ഷയുമില്ല. നമ്മളുടെ കട്ട്ലറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. ഔട്ട്സൈഡ് നല്ല ക്രിസ്പിയാണ്, ഇൻസൈഡ് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും ബോറടിക്കാതെ വണ്ണം കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ ഈ ഒരു ചട്നി മാത്രം മതി കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓഫീസിലോ ലഞ്ച് ബോക്സ് ആയിട്ട് കുട്ടികൾക്ക് ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ചോറ് കഴിക്കാവുന്നതിന് പകരം ഉച്ചയ്ക്ക് ലഞ്ചായിട്ടോ അല്ലെങ്കിൽ നൈറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചപ്പാത്തിക്ക് പകരം കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അമിതവണ്ണവും വയറും കുറയ്ക്കാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.